തൃശൂർ ഗുരുവായൂർ നഗരസഭയിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പ്രൊഫസർ പി.കെ. ശാന്തകുമാരി ഇടതുമുന്നണിയെ പിന്തുണച്ചേക്കും. തന്നെ സംരക്ഷിക്കുന്നവർക്കൊപ്പമാണ് താൻ നിലയുറപ്പിക്കുകയെന്ന് ശാന്തകുമാരി പറഞ്ഞു. കോൺഗ്രസിൽ നിന്നുമേറ്റത് കടുത്ത അപമാനമാണ്. തന്നെ വേണ്ടാത്തിടത്ത് ഭിക്ഷാംദേഹിയായി പോകില്ലെന്നും ശാന്തകുമാരി പറഞ്ഞു. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഗുരുവായൂർ നഗരസഭയിൽ മുൻ KPCC നിർവാഹക സമിതി അംഗമായ പ്രൊഫസർ ശാന്തകുമാരിയുടെ നിലപാട് നിർണായകമാണ്. സീറ്റ് നൽകാത്തതിന്റെ പേരിലാണ് മുൻ നഗരസഭാ അധ്യക്ഷ കൂടിയായിരുന്ന ശാന്തകുമാരി വിമത സ്ഥാനാർത്ഥിയായി 16-ാം വാർഡിൽ നിന്നും ജനവിധി തേടി വിജയിച്ചത്. ശാന്തകുമാരിയെ മുൻനിർത്തിയാകും ഇടതുമുന്നണി അധികാര തുടർച്ച ഉറപ്പാക്കുന്നത്. നഗരസഭ അധ്യക്ഷ സ്ഥാനം നൽകാനാണ് നീക്കം. അതേസമയം തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച DCC നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ശാന്തകുമാരി ഉന്നയിക്കുന്നത്. 20 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിച്ച തനിക്ക് സീറ്റ് നൽകാതെ DCC പ്രസിഡന്റ് അപമാനിച്ചു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ ചിഹ്നമാണ്. ആ ചിഹ്നം എനിക്ക് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നും നേതൃത്വം പറയാണ്ട് പറ്റില്ല. നേതൃത്വത്തിന് അത് പറഞ്ഞേ മതിയാവൂ. നേതൃത്വത്തിനെ കൊണ്ട് ഞാൻ അത് പറയിപ്പിക്കും. എന്തുകൊണ്ട് എനിക്ക് തന്നില്ല. ജില്ലയിലെ മുതിർന്ന നേതാവായ CN ബാലകൃഷ്ണന് താല്പര്യമുണ്ടായിട്ട് പോലും തനിക്ക് സീറ്റ് അനുവദിക്കാതിരിക്കാൻ AI ഗ്രൂപ്പുകൾ ഒന്നായി നിന്നു. തന്നെ ആവശ്യമില്ലാത്തിടത്ത് എന്തായാലും ഭിക്ഷാന്തേഹിയായി പോകില്ലെന്നും ശാന്തകുമാരി പറഞ്ഞു. എന്റെ സേവനം എന്നെ ആവശ്യമില്ലാത്തടത്ത് ഞാൻ ഒരു ഭിക്ഷാന്തേഹിയെ പോലെ ചെല്ലില്ല. ഉറപ്പ്. LDF തന്നോട് നേരിട്ടുള്ള യുദ്ധമാണ് ചെയ്തിട്ടുള്ളത്. പിന്നിൽ നിന്ന് ചതിച്ചത് കോൺഗ്രസ് നേതാക്കളാണ്. LDF മാന്യമായിട്ട് നേരെ നിന്നുള്ള യുദ്ധമാണ്. അവരൊരിക്കലും എന്നോട് യാതൊരു പകയും വീട്ടിയിട്ടില്ല. അപ്പൊ അവരുമായിട്ടുള്ള ഞാനൊരു ധർമ്മയുദ്ധം, നേരെ യുദ്ധം നടത്തി. പിന്നെ നിന്ന് കുത്തുന്ന സ്വഭാവം അവർ ചെയ്തിട്ടില്ല. അത് ഈ ഒപ്പം നടക്കുന്നവരാ. നഗരസഭയിൽ ആരെ പിന്തുണയ്ക്കണമെന്ന തന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 16-ന് ഉണ്ടാകുമെന്നും ശാന്തകുമാരി പറഞ്ഞു. ഞാൻ എന്ത് വേണം എന്നൊരു തീരുമാനം ഞാൻ 16-ാം തീയതി പറയും. കാരണം ഞാൻ 16-ാം വാർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 16-ാം തീയതി ഞാൻ കാര്യങ്ങൾ പറയും. രാജു ഗുരുവായൂരിനൊപ്പം റിപ്പോർട്ടർ, തൃശൂർ.